നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് പരിശോധനയിലെ പുനരന്വേഷണ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറി. ബോബിൻ സെബാസ്റ്റ്യനാണ് പിന്മാറിയത്. KM ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, എന്താണ് ഈ പിന്മാറ്റത്തിന് കാരണമെന്ന് മനസ്സിലായിട്ടുണ്ടോ? വിശദാംശങ്ങൾ. രജീഷ്, ഇത് ജഡ്ജി എന്തുകൊണ്ട് പിന്മാറുന്നു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ഈ രാവിലെ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിൽ ക്രിമിനൽ നടപടി സ്വീകരിച്ചോ അല്ലെങ്കിൽ വകുപ്പ് തല നടപടി സ്വീകരിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നതാണ്. പിന്നീട് ഈ ഹർജി വിശദമായി കേൾക്കാം. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗവുമായി ബന്ധപ്പെട്ട കേസ് കൂടിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചോ എന്ന കാര്യങ്ങളൊക്കെ കോടതി ചോദിച്ചിരുന്നു. അത് അറിയിക്കാനും നിർദ്ദേശിച്ചിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് ഈ കേസ് പരിഗണിക്കാൻ പിന്മാറുന്നു എന്ന് ജഡ്ജ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മറ്റൊരു ബെഞ്ചിലേക്ക് ഈ കേസ് മാറും. ഇനിയിപ്പോൾ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ഏതായാലും ഈ ഹർജി പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട അത്തരത്തിലുള്ള ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി ആയതുകൊണ്ടാകാം ഇപ്പോൾ ജഡ്ജ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ഇതിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നാളെ മറ്റൊരു ബെഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്ത് വരുന്നതിന് ശേഷമായിരിക്കും ഹർജി പരിഗണിക്കുക. ഇന്ന് രാവിലെ തന്നെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇതിലെ വിശദമായൊരു അന്വേഷണം, പുനരന്വേഷണം വേണം എന്നായിരുന്നു അതിജീവിതയുടെ ആവശ്യം. അത് അഭിഭാഷക കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കാരണം ഈ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ വലിയ ക്രമക്കേടുകൾ അല്ലെങ്കിൽ നിയമപരമായിട്ടല്ലാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കോടതികൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. കോടതിയിൽ 2018 ജനുവരിയിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ഇത് പരിശോധിച്ചത് അനധികൃതമായിട്ടാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കോടതിയിലെ ക്ലർക്ക് ഇത് പരിശോധിച്ചു എന്ന് പറയുന്നു. ഇതിലെല്ലാം അന്വേഷണം വേണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണം എന്നതായിരുന്നു ഈ അതിജീവിതയുടെ ആവശ്യം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെട്ട സംഘം അന്വേഷിക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. കോടതി ഈ ഹർജി ഇന്ന് രാവിലെ എടുക്കുമ്പോൾ തന്നെ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടില്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അതോടൊപ്പം തന്നെ ഭരണനിർവഹണ വിഭാഗം ഏതെങ്കിലും തരത്തിൽ ഇതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടപെട്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴേതായാലും ഈ ഹർജി പരിഗണിക്കുന്നില്ല, ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അറിയിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കോടതിക്കെതിരെ തന്നെ പരാതി ഉള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് കോടതിയിൽ നിന്നാണ് ഈ ഹാഷ് വാല്യൂ മാറിയത് എന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഒരു ജഡ്ജി പിന്മാറുമ്പോൾ അത് ഒരുപാട് ചോദ്യങ്ങൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും. കാരണം ഈ കേസ് നമുക്കറിയാം, ഈ കേസിൽ ഏറ്റവും വിവാദമായത് ഈ കേസിൻ്റെ മെയിൻ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഈ മെമ്മറി കാർഡിലെ അനധികൃത പരിശോധനയും ഹാഷ് വാല്യൂ മാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്കും ചർച്ചയിലേക്കും ഒക്കെ പോയതാണ്. അതിനുശേഷം ഈ പരാതിക്കാരി തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയിൽ ഇതിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജില്ലാ സെഷൻസ് ജഡ്ജിയോട്, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയോട് ഇതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഈ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി തന്നെയാണ് കേസിന്റെ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത്. ഈ വിചാരണ നടത്തിയിരുന്ന അതേ ജഡ്ജി തന്നെ ഇതിൽ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. എന്നാൽ അതിനുശേഷം ഈ റിപ്പോർട്ട് കൈമാറി ഇത്തരത്തിലുള്ള ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. 2018 അങ്കമാലി മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുപോയി ഇത് പരിശോധിച്ചു എന്ന് പറയുന്നു. മഹേഷ് മോഹൻ എന്ന ക്ലർക്ക് ഇത് പരിശോധിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോണിലിട്ട്, ഈ ക്ലർക്കിന്റെ ഫോണിലിട്ട് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ജഡ്ജിന്റെ അനുവാദത്തോടെയാണ് അത് പരിശോധിച്ചത് എന്ന് പറയുന്നു. പിന്നീട് ജഡ്ജ് തന്നെ ആ ഒരു മൊഴിയിൽ നിന്ന് പിന്മാറുന്നു. ജഡ്ജ് അത്തരത്തിൽ അനുമതി നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അത്തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിനുശേഷം തുടർ നടപടി ഒന്നും സ്വീകരിച്ചില്ല എന്നാണ് ഈ പരാതിക്കാരി അല്ലെങ്കിൽ ഈ അതിജീവിത കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴതുകൊണ്ടാണ് ഇവർ പുനരന്വേഷണത്തിന് ആവശ്യപ്പെടുന്നതും. കാരണം തൻ്റെ സ്വകാര്യമായ ഈ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ അത് പുറത്തു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും അത് സുരക്ഷിതമാണോ തുടങ്ങിയ കാര്യങ്ങളിൽ ആശങ്കയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഫോറൻസിക് വിദഗ്ധരുടെ അടക്കമുള്ള സംഘത്തെ കൊണ്ട് അന്വേഷിക്കുകയും ഹൈക്കോടതി തന്നെ ഇതിന് മേൽനോട്ടം വഹിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു ആവശ്യമാണ് ഈ ഹർജിയിലും ഉന്നയിച്ചിട്ടുള്ളത്. ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് 3 തവണ ഇത്തരത്തിൽ അനധികൃതമായി പരിശോധിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായത്. ജുഡീഷ്യറി ഏതെങ്കിലും തരത്തിൽ ഇതിൽ നടപടി സ്വീകരിച്ചോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ജുഡീഷ്യറിക്ക് അത്തരത്തിലുള്ള അധികാരമുണ്ട് എന്ന ഒരു നിലപാട് ജുഡീഷ്യറിയും സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതി ഈ ബെഞ്ച് ഏതായാലും ഈ ഹർജി പരിഗണിക്കുന്നില്ല. മറ്റൊരു ബെഞ്ചിൽ ഈ വിഷയം നാളെ വന്നേക്കും. ശരി ഷബ്ന, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ദിലീപ് അടക്കമുള്ള ആളുകൾ കുറ്റമുക്തരായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുന്നത്.